നിങ്ങൾക്ക് ഒരു സർക്കാർ ജോലി നേടുക എന്നത് ഒരു കോടീശ്വരനാകണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ല എന്ന് വ്യക്തമായിട്ട് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളൊരു സർക്കാർ ജോലി നേടുന്നത് ഒരു സ്ഥിര വരുമാനം അവിടെ നിന്ന് ലഭിക്കും എന്നുള്ള വിശ്വാസം കൊണ്ടാണ്. നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും അഭിമാനിക്കാനും മുന്നോട്ട് ആശ്വസിക്കാനും കഴിയും എന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് ഏറ്റവും മനോഹരമായ ഒരു ജീവിത അന്തരീക്ഷം നൽകാൻ കഴിയുമെന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. യെസ്, ആ ഒരു സ്വപ്നം നേടാൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് ടൈമാണിത്. എങ്ങനെ ആ സ്വപ്നം നേടാം? എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇതിനോടകം തന്നെ സൂപ്പർ നോട്ട്സിലൂടെയും മറ്റൊരുപാട് സോഴ്സുകളിലൂടെയും വരാൻ പോകുന്ന പരീക്ഷകൾക്ക്, എസ്പെഷ്യലി ഡിഗ്രി പ്രിലിംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് 4000-ഓളം വേക്കൻസി വരുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയുള്ള ടൈം ടേബിളുകൾ നിങ്ങൾക്ക് കിട്ടിക്കാണും, അതുപോലെ പ്ലാനുകൾ നിങ്ങൾക്ക് നൽകി കാണും, അതുപോലെ സ്ട്രാറ്റജികളും നിങ്ങൾ ഉണ്ടാക്കി കാണും. പക്ഷേ ഒരു കാര്യം, ഈ കഴിഞ്ഞ കാലങ്ങളിൽ അത്രയും പറ്റിയ അബദ്ധങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു വലിയ വസ്തുത എന്ന് പറയുന്നത്, ഇതെല്ലാം കിട്ടിയിട്ടും നമ്മൾ മിസ്സാക്കി കളയുന്ന ഒരു വലിയ ഫാക്ടർ ഉണ്ട്. എന്താണ്? സമയം. ടൈം ടേബിൾ ഉണ്ട്, പ്ലാൻ ഉണ്ട്, സ്ട്രാറ്റജി ഉണ്ട്. സമയം എങ്ങനെ വിനിയോഗിക്കണം? ഇതിനു വേണ്ടി കൃത്യമായിട്ടും, അല്ലെങ്കിൽ ഈ ഒരു സ്വപ്നത്തിന് വേണ്ടി ഇരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ എങ്ങനെയാണ് ആ ടൈം ഉപയോഗിക്കേണ്ടതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. രണ്ടാളുകളാണ് പൊതുവെ ഈ കൂട്ടത്തിലുള്ളത്. ഒന്ന്, PSC എക്സാം എഴുതി ജോലി മേടിക്കുന്ന പെർസ്പെക്റ്റീവോടുകൂടി ഫുൾ ടൈം അതിനു വേണ്ടി ഇരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. ഇനി മറ്റു ജീവിത അന്തരീക്ഷങ്ങൾ കൊണ്ടും അവസ്ഥകൾ കൊണ്ടും മറ്റു ജോലികൾ ചെയ്തുകൊണ്ടിരിക്കെ ഇതിനു വേണ്ടി തയ്യാറെടുക്കുന്ന ഈ രണ്ട് കാറ്റഗറി ആളുകളുണ്ട്. നിങ്ങൾക്ക് രണ്ടു പേർക്കുമുള്ള പ്ലാൻ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഫുൾ ടൈം ഇതിനു വേണ്ടി ഇരിക്കുന്ന ആളുകളാണ്. കാരണം അവർ കടന്നു പോകുന്ന അവസ്ഥ എന്ന് പറയുന്നത് അത്രമേൽ തീവ്രമായ ഒരു ഇമോഷനാണെന്ന് എനിക്ക് ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഞാൻ ഇനി പറയാൻ പോകുന്നത് കൃത്യമായിട്ടും ഫോളോ ചെയ്താൽ ഈ വരുന്ന ഡിഗ്രി പ്രിലിംസ് നിങ്ങൾ ക്രാക്ക് ചെയ്യും എന്നുള്ളത് എൻ്റെ ഉറപ്പാണ്. അപ്പോൾ ആദ്യത്തെ കാര്യം എപ്പോഴും മനസ്സിലാക്കുക, ഇതാണ് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്ന സിലബസ്. ഈ സിലബസിലേക്ക് കൃത്യമായിട്ട് നോക്കുമ്പോൾ എപ്പോഴും മാർക്ക് ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇവിടെ ഹിസ്റ്ററി പ്രിലിംസിൽ എന്ന് വരുമ്പോൾ മറ്റുള്ള പോലെയല്ല, ചില മാർക്ക് ഡിസ്ട്രിബ്യൂഷന് വ്യത്യസ്തതയുണ്ട്. ഹിസ്റ്ററിക്ക് 10 മാർക്ക്, പിന്നെ ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ 10 മാർക്ക്. ഇനി താഴേക്ക് വരുമ്പോൾ നോക്കിക്കേ, മാത്സ് ആൻഡ് മെന്റൽ റീസണിങ് 20 മാർക്ക്, അതുപോലെ ജനറൽ ഇംഗ്ലീഷ് 20 മാർക്ക്, പിന്നെ നമ്മുടെ ലാംഗ്വേജ് 20 മാർക്ക്. അതാ നോക്കാം, ഇവിടെ 50, 50, 10, 60, 10, 70 ഇത്രയും തന്നെ വൃത്തിയായിട്ട് കവർ ചെയ്താൽ കഴിഞ്ഞാൽ 70 മാർക്ക് കിട്ടും. അതായത് ഇതാ നോക്കടാ, മാത്സ്, മെന്റൽ എബിലിറ്റി, ജനറൽ ഇംഗ്ലീഷ്, റീജിയണൽ ലാംഗ്വേജ്, അതായത് മലയാളം, ഇത് മൂന്നും മാത്രം പഠിച്ച് സ്കോർ ചെയ്ത ആളുകൾ നമുക്കിടയിലുണ്ട് ഈ കഴിഞ്ഞ കാലങ്ങളിൽ അത്രയും. അതുകൊണ്ട് ഈ പറയുന്ന സാധനങ്ങളെ എങ്ങനെ പഠിക്കണം, അതിനുവേണ്ടി ആ സമയത്തെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത എന്ന് പറയുന്നത്, ആദ്യത്തെ ഒരു കാര്യം, നിങ്ങൾക്ക് മുമ്പിലുള്ള സമയത്തെ നമ്മൾ ഖണ്ഡിക്കാൻ പോവുകയാണ്. നമ്മുടെ മുമ്പിലുള്ള സമയത്തെ നമ്മൾ കൃത്യമായിട്ടും സെപ്പറേറ്റ് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്? അതിനു മുമ്പ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഏർലി ബേർഡ് ക്യാച്ച് ദ വർം. എനിക്കറിയാം നമുക്ക് രാവിലെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പൊതുവെ, അല്ലേ? പക്ഷേ അവിടെ നിന്ന് നമ്മൾ മാറണം. കാരണം നമുക്ക് ഇനി അങ്ങോട്ടുള്ള കുറച്ച് ദിവസങ്ങൾ കൃത്യമായിട്ടും രാവിലെ എന്ന് പറയുന്ന സമയത്തെ വിനിയോഗിക്കാൻ കഴിയണം. രാവിലെ അതിമനോഹരം എന്നുള്ളതല്ല, സമയം, നമ്മൾ ആ സമയത്തെ ലാഭിച്ചുകൊണ്ട് മറ്റൊരു നല്ല കാര്യത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് ചിന്തിച്ചാൽ മതി. ഒരു ബിസിനസ് മൈൻഡ് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലാഭത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കാര്യം എഫേർട്ട് എടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നു. അങ്ങനെ കാണണം. അപ്പൊ ആ ടൈമിനെ ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ പോകുന്നത് സ്പ്രിന്റുകളാക്കി ഡിവൈഡ് ചെയ്ത് നമ്മളുടെ കാര്യം അച്ചീവ് ചെയ്യാനുള്ളത്. അപ്പൊ കൃത്യമായിട്ട് ഈ വാക്കൊന്നോർത്തോ, സ്പ്രിന്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുക. ഇതിൻ്റെ അകത്ത് ഞാൻ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് നേരെ ഇരുന്ന് ഫുൾ ടൈം പഠനത്തിലേക്ക് ഒന്നും പോകണ്ട. നമുക്ക് ആദ്യത്തെ സ്പ്രിന്റിൽ നിന്ന് തന്നെ തുടങ്ങാം. സ്പ്രിന്റ് 1 എന്ന് പറയുന്നത് രാവിലെ 5 മുതൽ 7 വരെ, 5 മണി മുതൽ 7 വരെ. ഇനി ചിലർ 5 മുതൽ 7 വരെ കണ്ടിന്യൂസ് ഇരുന്ന് പഠിക്കണം. അങ്ങനെയല്ല, ഒരു 2 മണിക്കൂർ സമയം നിങ്ങളുടെ മുമ്പിൽ അവിടെ കിട്ടും. 2 മണിക്കൂർ സമയം കിട്ടുമ്പോൾ ഈ 2 മണിക്കൂറിൽ ഒരു 1.5 മണിക്കൂർ പൂർണ്ണമായും നിങ്ങൾ പഠനത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. 30 മിനിറ്റ് നിങ്ങൾക്ക് ഇടയ്ക്കൊന്ന് ബ്രേക്ക് എടുക്കാനും ഒന്ന് റിലാക്സ് ചെയ്യാനും നിങ്ങളെ തന്നെ ഒന്ന് ട്യൂൺ ചെയ്ത് ആ പ്രോസസ്സിലേക്ക് ഫോക്കസ് ചെയ്യാനും നിങ്ങൾ ഉപയോഗിച്ചോ. 2 മണിക്കൂർ കുത്തിയിരുന്ന് പഠിക്കുക എന്നുള്ള 1.5 മണിക്കൂർ പഠനം, 1/2 മണിക്കൂർ റിലാക്സേഷൻ. ആ 1/2 മണിക്കൂറിൽ 5 മിനിറ്റോ 15 മിനിറ്റോ 10 മിനിറ്റ് വെച്ച് 3 ബ്രേക്കോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അത് നിങ്ങളുടെ സൗകര്യം. ഞാൻ അവിടെ കൈ കടത്താൻ നിൽക്കുന്നില്ല. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഈ ഒരു ടൈം നിങ്ങൾ ഫോക്കസ് ചെയ്യാം. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്
കറണ്ട് അഫേഴ്സ് കൃത്യമായിട്ട് പഠിക്കണം. ഇനി സ്റ്റാറ്റിക് GK എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. മാർക്ക് അടിസ്ഥാനപ്പെടുത്തി ഇമ്പോർട്ടന്റ് കൂടുതൽ മാർക്കുള്ള ടോപ്പിക്കുകൾ സെലക്ട് ചെയ്ത് ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഇവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകൾ വർക്ക്ഔട്ട് ചെയ്യുക. കൃത്യമായിട്ടും എക്കണോമിക്സ് ഒക്കെ എന്നൊക്കെ പറയുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരം നിങ്ങൾക്ക് അവിടെ ഉണ്ടാകും. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ, ജോഗ്രഫി ഇതൊക്കെ ഇവിടെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. ഇതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകളെ എന്ത് ചെയ്യുന്നു, ചെയ്ത് പരിചയപ്പെടുക. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് കിട്ടും, ഐഡിയ കിട്ടും. ഇത് ചോദിച്ചതാണ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണെന്നുള്ള ഐഡിയ ഇവിടെ നിന്ന് കിട്ടും. ഇനി റിവിഷൻ എന്ന് പറയുമ്പോൾ തലേന്ന് പഠിച്ച കാര്യങ്ങളെ ഒന്ന് ഓടിച്ച് വായിക്കുക എന്ന് പറയുമ്പോൾ റിവിഷൻ എന്ന് പറഞ്ഞാൽ വീണ്ടും ലേണിംഗ് എന്നല്ല, റീകളക്ട് ആണ് റിവിഷൻ എന്ന് പറയുന്നത്, റീലേണിംഗ് അല്ല. അവിടെയാണ് നമ്മുടെ സമയം നഷ്ടപ്പെടുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് വായിച്ചുകൊണ്ടിരിക്കുക. വായിക്കുമ്പോൾ മനസ്സറിഞ്ഞ് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക, തീർക്കാൻ വേണ്ടി തീർക്കരുത്. ഓക്കെ ആണല്ലോ. അപ്പോൾ സ്പ്രിന്റ് 1 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 7 മണി കഴിഞ്ഞാൽ പിന്നെ അടുത്ത 9 മണിക്ക്, അപ്പോൾ 7, 8, 9. ഓക്കെ, വീണ്ടും ഇടയിൽ നിങ്ങൾക്ക് എന്താണ് ഒരു 2 മണിക്കൂർ സമയം കിട്ടുന്നു. നിങ്ങളുടെ ദിനചര്യകളെല്ലാം കഴിഞ്ഞ് നിങ്ങളൊന്ന് റിലാക്സ് ചെയ്തിട്ട് സമാധാനത്തോടെ തിരിച്ചു വരുന്നു. 9 മുതൽ 12 വരെ ഒരു 3 മണിക്കൂർ സമയമുണ്ട്. അപ്പം നേരത്തെ ഇതാണ് നമ്മുടെ മെയിൻ കോഴ്സ് അല്ലെങ്കിൽ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. നമ്മൾ കോണ്ടന്റിലേക്ക് അല്ലെങ്കിൽ നമുക്ക് പഠിക്കേണ്ട വിഷയങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുന്നത്. ഇവിടെ നിങ്ങൾക്ക് എങ്ങനെ ചൂസ് ചെയ്യാം, 2 രീതിയിൽ ചൂസ് ചെയ്യാം. ഒന്നെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മാർക്ക് പ്രയോറിറ്റി കൊടുത്തുള്ളത് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് പഠിച്ച് കൂടുതൽ മാർക്ക് നേടുന്നത് ചൂസ് ചെയ്യാം. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം. ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ കോൺസ്റ്റിറ്റ്യൂഷനിലെ സിലബസിൽ കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കൃത്യമായിട്ട് സ്റ്റിക്ക് ടു ദ സിലബസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാട് കയറി ഇപ്പൊ ഇന്ത്യൻ പോളിറ്റി ലക്ഷ്മികാന്തിന്റെ പുസ്തകം ഫുള്ളിരുന്ന് വായിച്ചു പോകുന്ന ഒരു സ്ട്രാറ്റജിയേക്കാൾ ഈ അവസാന നിമിഷങ്ങളിൽ ഞാൻ പറയുക, ചോദ്യ പേപ്പറുകളും ചോദ്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ഈ ടോപ്പിക്കിനെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. എക്കണോമിക്സ്, ജോഗ്രഫി, അതുപോലെ ഹിസ്റ്ററി, ആർട്ട്, ലിറ്ററേച്ചർ, സ്പോർട്സ് ഇതെല്ലാം നിങ്ങൾ ഈ ഒരു സമയം കൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. 3 മണിക്കൂർ സമയം ഓക്കെയാണ്. ഇനി 12 മണി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഞാൻ പറഞ്ഞത് 2 മണിയാണ്. 12 to 1, 1 to 2, 12, 1, 2 ഒരു 2 മണിക്കൂർ സമയമുണ്ട്. 1 മണിക്കൂർ ഉറങ്ങിക്കോ. രാവിലെ നേരത്തെ എണീറ്റില്ലേ, 1 മണിക്കൂർ എന്ത് ചെയ്യുക, കൃത്യമാണ് 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ നീണ്ടു പോകരുത്. 1 മണിക്കൂർ ഉറങ്ങുക, 1 മണിക്കൂർ ഫുഡ് കഴിച്ചു, ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് 1 മണിക്കൂർ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഉറങ്ങുക. സ്ക്രോളിങ്ങിന് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു 30 മിനിറ്റ് എടുക്കണമെങ്കിൽ എടുക്കാം. രാവിലെ നിങ്ങൾക്ക് ആ സമയം വേണമെങ്കിൽ സ്ക്രോൾ ചെയ്യണമെങ്കിൽ സ്ക്രോൾ ചെയ്യാം. എല്ലാം മാറ്റി വെച്ചിട്ടൊന്നും നടക്കില്ല. പക്ഷെ നമ്മളെ ആവശ്യ അനുസരണം അമിതമാവാതെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയണം, നമ്മളെ കൊണ്ട് സാധിക്കും. ഞാൻ പറയട്ടെ, നമുക്കൊരു രോഗം വരുമ്പോൾ നമ്മൾ പലതും കൺട്രോൾ ചെയ്യാറില്ലേ, പല കാര്യങ്ങളും. അതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ. കൺട്രോളിങ് പവർ നമുക്കുണ്ടടാ. അതുകൊണ്ടാണ് നമ്മൾ അത്രമേൽ മുമ്പിൽ നിൽക്കുന്നത്, സോഷ്യൽ അനിമൽ എന്ന രീതിയിൽ ഏറ്റവും മുൻപന്തിയിൽ മനുഷ്യൻ നിൽക്കുന്നതിന്റെ കാരണം. അപ്പം ഇവിടെ ആ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 2 മണി തൊട്ട് 4 മണി വരെ നിങ്ങളൊന്ന് റിഫ്രഷ്ഡ് ആയി, ഒന്ന് ഉറങ്ങി എണീറ്റു, മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആയി. ഇവിടെ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം, നമ്മളുടെ മാത്തമാറ്റിക്സ് ഇത് എന്തുകൊണ്ട് ഇവിടെ വെക്കുന്നു, നിങ്ങൾ ചെയ്ത് പഠിക്കണം, വായിച്ച് പഠിക്കരുത്. എഴുതുമ്പോൾ നിങ്ങളുടെ ഫോക്കസ് നഷ്ടപ്പെടില്ല, ചെയ്ത് കൃത്യമായിട്ട് പഠിക്കുന്നു. ഇനി ഇംഗ്ലീഷ്, മലയാളം ഈ 3 ആളുകളെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. അത് ഈ ഡിഗ്രി പ്രിലിംസിന് വേണ്ടി മാത്രമല്ല, ഏതൊരു PSC എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും ഇവർ 3 പേരും എങ്ങനെയാണ് 30 മുതൽ 50 മാർക്ക് വരെ എപ്പോഴും നൽകുന്നവരാണ്. അപ്പൊ ഇവന്മാര് നിങ്ങളുടെ കൈ സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള ഏതൊക്കെ പരീക്ഷ എഴുതി കഴിഞ്ഞാലും ആ 30 മുതൽ 50 മാർക്കിന്റെ സാധനം നിങ്ങളുടെ കയ്യിൽ സ്ട്രോങ് ആയിട്ടുണ്ട്. ബാക്കിയുള്ളതിനെ പറ്റി നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. അപ്പൊ ഇവര് പഠിക്കുന്നത് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ. അപ്പം ഇങ്ങനെ ഒരു കാര്യം, അത് നമുക്ക് സ്വന്തമായിട്ടൊരു വീട് പണിയുന്ന പോലെ, നമുക്ക് സുരക്ഷിതമായി ജീവിക്കാനും താമസിക്കാനുള്ള വീട് പണിയുന്ന പോലെ വേണം ഈ 3 ആൾക്കാരെ പഠിക്കുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇനി അത് കഴിഞ്ഞ് ഡിഗ്രി പ്രിലിംസിലേക്ക് വരുമ്പോൾ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ റെഫർ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് പഠിക്കാൻ. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ബേസിക്സ് ആണ്. അപ്പൊ കമ്പ്യൂട്ടറിന്റെ ഡീപ്പ് പരിജ്ഞാനമല്ല, അവിടെ ടോപ്പിക്കിൽ പറയുന്ന കാര്യങ്ങൾ, സിലബസിൽ പറയുന്ന കാര്യങ്ങളെ എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് അത് മനസ്സിലാക്കി അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. ഇവിടെ 2 മണിക്കൂർ സമയത്തിൽ എന്താണ് 1 മുതൽ 1.5 മണിക്കൂർ വരെ ഇത് പഠിക്കാൻ വേണ്ടി കൃത്യമായിട്ടും യൂസ് ചെയ്യണം. ഈ മാത്സിലാണെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, ഇപ്പൊ ശരാശരി, ആവറേജ്,
പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ സ്ഥിരം ചോദ്യങ്ങൾ വരുന്നതാണ്. അതൊക്കെ മനോഹരമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കഴിയണം. നമ്പർ സിസ്റ്റം കൃത്യമായിട്ട് പഠിക്കാനായിട്ട് കഴിയണം. അങ്ങനെ ടോപ്പിക് വൈസ് ആയിട്ട് സ്ഥിരം ചോദിക്കുന്ന, ഉറപ്പായും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകൾ ഉണ്ടല്ലോ, അവരെ ആദ്യം പഠിച്ചു തീർക്കണം. ഇനി അവിടെ നിന്ന് വീണ്ടും മുമ്പോട്ട് വരുമ്പോൾ സ്പ്രിന്റ് 4 എന്ന് പറഞ്ഞാൽ രാത്രിയാണ്. രാത്രി നിങ്ങളെ രാവിലെ ഞാൻ നേരത്തെ എണീപ്പിച്ചതാണ്. അപ്പൊ രാത്രി ഒരുപാട് സമയം ഞാൻ ഇരുത്തുന്നില്ല. ഇനി നിങ്ങൾക്ക് തിരിച്ചുള്ള ആൾക്കാരാണെങ്കിൽ ഇതിൽ മാറ്റം വരുത്താം. രാവിലത്തെ സ്പ്രിന്റ് കുറച്ചിട്ട് ഈ രാത്രിയിലത്തെ സ്പ്രിന്റ് കൂട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ചില ആളുകൾ താമസിച്ച് എഴുന്നേൽക്കുന്ന ശൈലിക്കാരായിരിക്കും. അപ്പോഴും നിങ്ങളുടെ സമയത്തിനെ കൃത്യമായിട്ട് ഉപയോഗിക്കണം. പ്ലസ് നിങ്ങളുടെ മൈൻഡ് ലോസ്റ്റ് ആവുന്നില്ല. രാത്രി ഞാൻ സമയം കുറച്ചതിന്റെ കാര്യം, ആ ദിവസത്തിന്റെ അന്ത്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് ക്ഷീണങ്ങളോടെയാണ് വന്നിരിക്കുന്നത്. അതിപ്പോൾ ഒരു ജോലിക്ക് പോയാലും അല്ലെങ്കിൽ പഠിക്കാനിരുന്നാലും ദിവസത്തിന്റെ എൻഡിങ് എന്ന് പറയുന്നത് സൺറൈസ് പോലെയല്ല സൺസെറ്റ്. നിങ്ങളുടെ എനർജി ഡ്രെയിൻ ആവുന്ന ഒരു സമയമാണ്. ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കൂടുതൽ എഫേർട്ട് ഇടേണ്ടി വരും. അത് അൺകോൺഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ മെന്റൽ കണ്ടീഷൻസും കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ഞാനൊരു ടൈം ഷെഡ്യൂൾ ചെയ്ത്. ഇനി നിങ്ങൾക്ക് അത്രമേൽ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൂട്ടാം, മറ്റേ രാവിലത്തെ സ്പ്രിന്റിൽ കുറയ്ക്കാം. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് നോക്കുക, 1 മണിക്കൂറേ ഞാൻ ഇട്ടിട്ടുള്ളൂ. 1 മണിക്കൂർ. അപ്പൊ എങ്ങനെയാണ്? രാവിലെ സ്പ്രിന്റ് 1 എത്ര മണിക്കൂർ ഉണ്ടായിരുന്നു? 2 മണിക്കൂർ. സ്പ്രിന്റ് 2 3 മണിക്കൂർ. സ്പ്രിന്റ് 3 വീണ്ടും 2 മണിക്കൂർ. സ്പ്രിന്റ് 4 1 മണിക്കൂർ. അങ്ങനെ ആകെ 2 3 5 5 3 8 മണിക്കൂർ എന്ന് കണ്ടു. ഓക്കെ ആണല്ലോ. ഈ 8 മണിക്കൂർ എന്ന് ഞാൻ ഇട്ടത് പലർക്കും പെട്ടെന്ന് അത്ര ദഹിച്ചെന്ന് വരില്ല. ഈ 8 മണിക്കൂറിൽ ഒരു 6 മണിക്കൂർ നിങ്ങൾ ആ പഠനത്തിന് വേണ്ടി കൃത്യമായിട്ട് ഇൻപുട്ട് കൊടുക്കാൻ പറ്റിയാൽ മതി. അതുകൊണ്ടാണ് ഞാൻ 8 കാണുന്നു 6 കൊടുക്കുന്നു, ലാഭമാണ്. അപ്പൊ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ഡേ റിവ്യൂ. അതായത് ഡേ റിവ്യൂ എന്ന് പറഞ്ഞാൽ അന്ന് പഠിച്ചത് എന്തൊക്കെയാണെന്നൊന്ന് റിവ്യൂ ചെയ്യുക, റിവൈസ് ചെയ്യുക, റീകളക്ട് ചെയ്യുക. അന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം ഒരിക്കൽ കൂടി ഒന്ന് വായിക്കുക. എവിടെയെങ്കിലും സ്റ്റക്ക് ആവുന്നുണ്ടെങ്കിൽ അതൊന്ന് സെറ്റ് ചെയ്തിട്ട് വീണ്ടും മുമ്പോട്ട് വായിക്കുക. ഓക്കെ ആണല്ലോ. മാത്സ് ഒക്കെ റീകളക്ട് ചെയ്ത് എങ്ങനെയാണെന്നറിയോ? നിങ്ങൾ ആ പഠിച്ച ടോപ്പിക്കിന് റാൻഡം ആയിട്ട് ഒരു 3 ചോദ്യം എടുത്തിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സെറ്റാണ്. എവിടെയെങ്കിലും ലോക്ക് ആവുന്നുണ്ടെങ്കിൽ വീണ്ടും അതൊന്നും ശ്രദ്ധിക്കുക. ഇനി മോക്ക് എക്സാം. അതായത് മോക്ക് എക്സാം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നിങ്ങൾ പഠിച്ച ടോപ്പിക്കിനെ ബേസ് ചെയ്ത് എഴുതാം. ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ റാൻഡം ആയിട്ട് ഒരു 50 ചോദ്യങ്ങൾ, എവിടെ നിങ്ങൾ അന്നൊന്ന് പഠിച്ച ടോപ്പിക്കിൽ നിന്ന് റാൻഡം ആയിട്ട് ഒരു 50 ചോദ്യങ്ങൾ എടുത്തുകൊണ്ട് ഇത് നോക്കുക. റാൻഡം ആയിട്ട് എടുത്താൽ മതി. നിങ്ങൾക്കത് തന്നെത്താൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അത് റിപ്പീറ്റഡ് ആകുമ്പോൾ റിപ്പീറ്റഡ് ചോദ്യങ്ങൾ കാണും. റിപ്പീറ്റഡ് ആയിട്ട് ആ സാധനം വരുമ്പോൾ നിങ്ങൾ ആ ഒരു സ്ട്രക്ചറുമായിട്ട് അഡാപ്റ്റ് ആവും. ഇവിടെ ഒരു കാര്യം കൂടെ ശ്രമിക്കുക, ടൈമർ സെറ്റ് ചെയ്തിട്ട് വേണം ഈ എക്സാം എഴുതാൻ. 50 ചോദ്യത്തിന് 30 മിനിറ്റ് എന്നുള്ള സമയം കൊടുത്തിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇങ്ങനെ നിങ്ങൾ സ്പ്രിന്റുകളായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൃത്യമായിട്ടും നിങ്ങളുടെ ലക്ഷ്യം അടുത്ത് വരും. ഇനി സാധാരണ അങ്ങനെ ഒറ്റയ്ക്കിരുന്ന് പഠിക്കുന്ന ഒരാൾക്ക്, ഈ പഠനത്തിനെ മെയിൻ ഫോക്കസ് ചെയ്യുന്ന ഒരാൾക്ക് എപ്പോഴും വരുന്ന ഒരു കാര്യമാണ് ലാക്ക്. എന്ത് ലാക്ക് വരും? ഒന്ന് എനർജി ലാക്ക് വരും, പിന്നെ ഒരു മോട്ടിവേഷൻ ലാക്ക് വരും, പിന്നെ ഒരു കൂടെ അസിസ്റ്റ് ചെയ്ത് സഹായിക്കാൻ ഒരു മെന്ററുടെ ലാക്ക് വരും. ഈ ഒരു ഗ്യാപ്പിലാണ് ഒരു പോയിന്റ്, ഒരു സപ്പോർട്ടിംഗ് പോയിന്റ് നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ പഠനത്തിൽ വേണ്ടത്. അവിടെയാണ് സൂപ്പർ നോട്ട്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കൃത്യമായിട്ട് എത്തുന്നത്. ഇവിടെയാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു മെന്റർഷിപ്പും ഒരു അസിസ്റ്റൻസും ഒരു സപ്പോർട്ടും ലഭിക്കുന്നത്. ആ ഒരു സപ്പോർട്ട് കൂടി ഉണ്ട് എങ്കിൽ കൃത്യമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം നേടാനായിട്ട് കഴിയും. അതുകൊണ്ട് സൂപ്പർ നോട്ട്സ് നിങ്ങൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവ്ലി അവതരിപ്പിക്കുന്ന ബാച്ചാണ് ഡിഗ്രി ലെവൽ പ്രിലിംസ് ക്രാഷ് പ്ലസ് മെയിൻസ് ബാച്ച്. നമ്മൾ പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ട് സ്റ്റാറ്റസ് ഇടുക എന്നുള്ളതല്ല, നമുക്ക് മെയിൻസ് എഴുതി ജോലി വേണം. അപ്പൊ ആ ഒരു പെർസ്പെക്റ്റീവില് ഫോക്കസ് ചെയ്തിട്ടുള്ള ബാച്ചാണ് ഈ ബാച്ച് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കൃത്യമായിട്ടും വേണ്ട കാര്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് പ്രിലിംസ് ക്ലിയർ ചെയ്ത് മെയിൻസിന് വേണ്ടി അതിമനോഹരമായിട്ട് ഫോക്കസ് ചെയ്യാനുള്ള അടിപൊളി ക്ലാസ്സുകൾ ഇവിടെ ഉണ്ടാകും. അടിപൊളി പ്രിന്റബിൾ PDF നോട്ടുകൾ ഉണ്ടാകും. അടിപൊളി മെന്റർഷിപ്പ്. കേവലം വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകുന്നല്ല, ഓരോ ദിവസവും നിങ്ങളുടെ അപ്ഡേറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കി അതുപോലെ നിങ്ങൾ അസിസ്റ്റ് ചെയ്യുന്ന മെന്റർഷിപ്പ്, ലൈവ് PYQ, അതുപോലെ പിന്നെ മോക്ക് എക്സാമുകൾ, ടെസ്റ്റ് സീരീസ് എല്ലാം ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം കൃത്യമായിട്ട് ലഭിക്കാൻ വേണ്ടി 8281223366 എന്ന നമ്പറിലേക്ക് ഒന്ന് വിളിച്ചോ. നിങ്ങൾക്ക് കൃത്യമായിട്ടും വേണ്ട കെയർ വേണ്ട പോലെ കൃത്യമായ അളവിൽ നൽകിക്കൊണ്ട് ഈ വരുന്ന പരീക്ഷ, ഈ വരുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അതിമനോഹരമായിട്ട് ക്ലിയർ ചെയ്ത്
റാങ്ക് കിട്ടി ജോലി ലഭിക്കുന്ന ഒരു പൊസിഷനിലേക്ക് നിങ്ങളെ എത്തിക്കാൻ ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. കാരണം നിങ്ങളുടെ സ്വപ്നം എന്ന് പറയുന്നത് അത് അത്രയും വലുതാണ്, അത് അത്രയും ഇഷ്ടമുള്ളതാണ്, നിങ്ങൾക്ക് അത്രയും ആവശ്യമുള്ളതാണ്. നിങ്ങൾക്ക് ഒരു തോന്നലുണ്ട് എങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഏറ്റവും അടിപൊളിയായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഇനി അവസാനമായി ഒരൊറ്റ കാര്യം കൂടെ, ഇപ്പം ഞാൻ പറഞ്ഞ മെയിൻ ഫോക്കസ് ചെയ്യുന്നവർക്കാ. ഇനി ജോലിക്ക് പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് മാത്രമായി ഒരു സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ഒരു ടൈം സെറ്റ് ചെയ്യുന്ന ഇതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയും. നിങ്ങൾ ആവശ്യപ്പെട്ടാൽ മാത്രം ഞാൻ പറയാം. അപ്പം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കമൻറ്റിൽ ജസ്റ്റ് ഒന്ന് വേണം, അല്ലെങ്കിൽ ജോലിക്കാർക്കുള്ള സ്റ്റഡി പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ വേണം എന്നൊന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ജോലിക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു എക്സ്ക്ലൂസീവ് പ്ലാൻ ഈ പരീക്ഷയ്ക്ക്, ഇതേ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ളത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങൾ, നിങ്ങളുടെ പഠനത്തോടൊപ്പം മിസ്സാക്കാൻ പാടില്ലാത്ത 4 കാര്യങ്ങൾ. ഒന്ന്, ഷോർട്ട് നോട്ടുകൾ എഴുതുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്ലാസ്സിനെ വീണ്ടും നോട്ടിലേക്ക് പകർത്തുക എന്നുള്ളതല്ല, നിങ്ങളുടെ ഏറ്റവും ചെറിയ പോയിന്റുകളാക്കി ഏറ്റവും ഷോർട്ട് ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഈ സാധനം എഴുതുക. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല നിലവിൽ എന്താണ്? ഇടുക്കിയാണ്. അപ്പൊ ഞാൻ എഴുതുന്നത് ഇങ്ങനെയായിരിക്കും, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. എങ്ങനെ എഴുതും? IDK. ഇങ്ങനെ എഴുതിയാൽ മതി പോയിന്റുകളായിട്ട്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പൊ ഇങ്ങനെ എഴുതാനായിട്ട് നമുക്ക് പറയാം. ഇനി ഓസോൺ അല്ലെ, ഓസോൺ ലെയർ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതുന്നത് ഇങ്ങനെ, ഓസോൺ കാണുന്ന പാളി. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? സ്ട്രാറ്റോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ, സ്ട്രാറ്റോസ്ഫിയർ. അപ്പൊ അങ്ങനെ ചുരുക്കി എഴുതുന്ന ശൈലി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇനി റെക്കോർഡ് യുവർ ക്ലാസ്സസ്. നിങ്ങൾ പഠിക്കുമ്പോൾ, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ റിവൈസ് ചെയ്ത് വായിക്കില്ലേ, അന്നേരം അതൊരു മൊബൈൽ റെക്കോർഡർ ഓൺ ആക്കി അത് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ഒന്ന് കേട്ട് നോക്കുക. എഫക്റ്റീവ് ആണ്. നിങ്ങൾ ആരും ഇന്ന് വരെ ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. ഒരു തവണ ഒന്ന് ചെയ്ത് നോക്കുക. രണ്ടാമത്തത്, സ്റ്റിക്ക് ടു സിലബസ്. സിലബസിൽ നിന്നും വഴുതിപ്പോയവരാരും ഈ ലക്ഷ്യം നേടിയിട്ടില്ല. അവിടെ നിന്ന് അനാവശ്യമായുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും തൃപ്തരല്ല പഠിക്കുമ്പോൾ. നമുക്ക് ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലണം. വേണ്ട, ആ സിലബസിൽ പറയുന്ന എന്താണോ അത് കൃത്യമായിട്ട് പഠിക്കുക. ഇനി ഒരു കാര്യം കൂടെ, നിങ്ങൾ ഈ SCERT പുസ്തകങ്ങൾ ഒന്ന് വായിക്കുക. SCERT പുസ്തകങ്ങൾ വായിക്കുകയോടെ ചെയ്യുമ്പോൾ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ എവിടെ നിന്ന് വന്നു എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ഇത് കണക്ട് ആവും. ഇത് വരാൻ പോകുന്ന, നേരത്തെ ഇപ്പം ജോബിൻ സാർ കഴിഞ്ഞു വന്ന ടൈം ടേബിളും ഈ കാര്യം കൂടെ ചേർത്ത് പഠിച്ചാൽ ഡെഡ്ലി കോംബോയാണ്, ജോലി ഉറപ്പാണ്. അതുകൊണ്ട് കൃത്യമായി പഠിച്ചോ. അടുത്ത റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടാകും. അതിനുശേഷം നമ്മൾ സക്സസ് മീറ്റിൽ കണ്ടുമുട്ടും. അന്ന് നമുക്ക് ആഘോഷിക്കണം. നാളെ അതുവരെ നമ്മൾ ഒഴുക്കിയ കണ്ണീരും നമ്മൾ അനുഭവിച്ച കഷ്ടതകളും നമുക്ക് മാറുന്ന ദിവസം നമ്മുടെ മുമ്പിൽ സ്വപ്നം കണ്ടുകൊണ്ട് അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങിക്കോ. ഇനി നിങ്ങൾക്ക് ഈ പരീക്ഷയുമായിട്ടോ ഇതുമായിട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് ചോദിച്ചോടാ. കൃത്യമായിട്ടും നമ്മൾ അതിന് ഉത്തരം നൽകുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്നുള്ളത് എൻ്റെ ഉറപ്പാണ്. അപ്പോൾ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.